സത്യസന്ധത തെളിയിച്ച് KSEB ജീവനക്കാരൻ. KSEBയിൽ ബില്ലടയ്ക്കാൻ വേണ്ടി വന്ന ഉപഭോക്താവിന്റെ 2 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് യഥാർത്ഥ ഉടമയെ തിരിച്ചേൽപ്പിച്ച് KSEB ലൈൻമാനായ കനകൻ. എന്തോ നാടി ഈ കിടന്ന് നിലവിളിക്കുന്നത്. എന്തിന്? അതെ, ഏട്ടന്റെ ഓഫീസില് ആരാണ്ട് 2 ലക്ഷം രൂപയുള്ള ബാഗ് മറന്നു വെച്ചു. തിരിച്ചു കൊടുത്തെന്ന് ഏട്ടൻ. എന്റെ കനകന ഏട്ടൻ ഇവിടെ. ഏട്ടാ കനക എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നത്? എന്താ പ്രശ്നം? എന്താ എന്നോട് പറയാത്തെ? എന്ത് ഫോട്ടോ വന്നേക്കണു. ഫോട്ടോയോ? അയ്യോ, ഇതെങ്ങനെ? ഇത് പത്രത്തിലും വന്നോ? എന്റെ ദൈവമേ. അയ്യോ, ഇതെന്താ ഉണ്ടായെന്നറിയാമാ? ഇന്നലെ ഒരു കക്ഷി ബാങ്കിലേ ബില്ലടയ്ക്കാൻ വേണ്ടി വന്നപ്പോ ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിയും ഇറങ്ങിപ്പോയി. ഞാൻ എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളതിന്റെ ഭാഗത്ത് ഒരു ബാഗ് കിടപ്പുണ്ട്. അപ്പൊ വെറുതെ എടുത്തൊന്ന് തുറന്നു നോക്കുമ്പോ ഇതിൽ നിറയെ പൈസ. അപ്പൊ ഇങ്ങനെ അടുത്ത് സംസാരിക്കുകയും ചെയ്തതാണല്ലോ. അപ്പൊ ഞാൻ ഓടിപ്പോയിട്ട് ഇത് അങ്ങേർക്ക് കൊണ്ടുകൊടുത്ത്. അപ്പൊ അയാളുടെ ബാഗിന്റെ പുറത്ത് ഇയാളുടെ എന്താണ് ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങേരുടെ ഇതന്നെയാണെന്ന് തോന്നി നേരെ ഞാൻ ഓടിപ്പോയിട്ട് ഇത് അങ്ങേർക്ക് കൊടുത്തു. ഈ പൈസ കിട്ടിയപ്പോ അങ്ങേരുടെ സന്തോഷം കാണണം. അയാളെ കണ്ണുന്നൊക്കെ പിടിപിടുന്നതിന് വെള്ളം ചാടി. അങ്ങേര് പറയാണ്, ഞാൻ എൻ്റെ മോൾക്ക് കല്യാണത്തിന് സ്വർണം വാങ്ങിക്കാൻ വേണ്ടി എടുത്തു വെച്ച പൈസയാണ്, ഇത് എങ്ങനെ വീണ് പോയിന്ന് എനിക്ക് അറിയില്ല, ഈ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി. ആർക്കായാലും സന്തോഷം വരത്തില്ലേ? അയാളുടെ മോടെ കല്യാണത്തിനുള്ളതല്ലേ. അല്ല, എന്നാലും പത്രത്തിൽ വരുന്ന കാര്യമൊന്നും പുള്ളി എന്നോട് പറഞ്ഞില്ല. ഞാൻ ചായ കുടിച്ചിട്ട് എന്റെ മോനെ, നീ വലിയവനാണ്, നല്ലതാണ്, നീ ഒരുപാട് വലിയവനാവും. അല്ല, ഇനിയിപ്പോ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. എനിക്ക് നീ കൂടിയ സന്തോഷം വേറെ ഒന്നുമില്ലടാ മക്കളെ. എന്തെന്നാണ് ക്ലീറ്റ? എന്താ? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വസ്തു കൂടെ മേടിച്ച് നമ്മുടെ ഇതിലൂടെ അങ്ങ് ചേർത്തിട്ട് ഒരു വലിയ ബംഗ്ലാവ് വെച്ചാലോ? വേണ്ട. അതെന്തേ? ഈ വസ്തു കണ്ടോ? അതെന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഒരു ഉപകാരം ഇല്ലാതെ 19,000 രൂപ കൊണ്ടുവന്നിട്ടേക്കണതല്ലേ. ക്ലീറ്റോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലീറ്റോ, ലോകത്ത് എന്തോരം ബ്രോക്കർമാരുണ്ട്, അവർക്ക് ആർക്കും പറ്റണില്ലല്ലോ ഇങ്ങനെ അബദ്ധം. ആർക്കും വേണ്ടാത്ത സാധനമൊക്കെ ചുമന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നോളൂ. എനിക്ക് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയല്ലേ. എന്തെങ്കിലും ഒരു ജോലിയിൽ വൃത്തിയായിട്ട് പേരെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? എന്നിട്ട് അടുത്ത വീട്ടിലെ പറമ്പ് നോക്കി നിങ്ങൾ പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. എന്ത്? ഏട്ടന്റെ ഫോട്ടോ. അയ്യോ, എന്ത് പറ്റി? കൈക്കൂലിക്കായിരിക്കും, അതാ കമ്പി മോഷണത്തിനോ? നോക്ക്. ഇത് നോക്കിക്കേ, 2 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് ഉടമസ്ഥന് തിരിച്ചു കൊടുത്തുന്നത്. അതിനാ ഒട്ടല്ല, 2 ലക്ഷം രൂപ കിട്ടിയത് തിരിച്ച് ഉടമസ്ഥന് കൊടുത്ത അവൻ പുണ്യാളനായിരിക്കണ്. ആ പൈസ കയ്യിൽ വെച്ചുകൂടായിരുന്നു, എന്തെല്ലാം കാര്യം നടന്നനെ. എന്തെല്ലാം കഴിഞ്ഞ നിങ്ങളെ പോലെ അല്ല എല്ലാവരും. അവനെ കണ്ടവന്റെ മുതലും കൊണ്ട് നിന്നാ ദഹിക്കൂല. നിങ്ങളുടെ ദഹനക്കേട് അതാ. വന്നേക്കണ്. നോക്കട്ടെ, കാണട്ടെ. എനിക്കതല്ല, ഇനി ഓഫീസിലൊക്കെ സാറുമാർക്കൊക്കെ ഭയങ്കര ബഹുമാനായിരിക്കുമല്ലേ. നിസ്സാര കാര്യമാണ് അത്. ഇത് ഭയങ്കര കാര്യം തന്നെ, ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാത്ത എന്താ? എനിക്ക് അവസരം വന്നാൽ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും. അവസരം വരൂലല്ലോ. പാവത്തിന്റെ ചിരി നോക്കിക്കേ. പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. ഇല്ലെന്നേ, എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇന്ന് രാവിലെ പത്രം വന്ന് ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഞെട്ടിച്ചിരിക്കും. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടെന്നേ. ഈ ഫോട്ടോ പത്രത്തിൽ വരുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാശ് കൊടുത്താൽ നമ്മളെ ഫോട്ടോ ഇടും പത്രത്തിൽ. നീ ഇത് കൊണ്ടുപോയിക്കേ, അല്ലെങ്കിലേ അവനെ പ്രാഗി 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 കൊല്ലും. പൊക്കോ. ഒരു ആങ്ങളെ സ്നേഹി. എന്താ നഷ്ടമുണ്ടോ? വന്നേക്കണ്. നിങ്ങൾക്ക് എന്തോരം സ്ഥലമുണ്ട് ഈ ചായ കുടിക്കാൻ എന്റെ പുറകെ കിടക്കണേ? വേപ്പരക്കകത്ത് വരുന്ന കുടിച്ചാ പോരെ? ഞാനേ ഇത്തിരി കാറ്റും കൊണ്ട് ഈ വസ്തുവൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അയ്യോ, മേടിച്ചിട്ടേക്കാണല്ലോ വസ്തു നോക്കാൻ. അത് അതിന്റെ ഉടമസ്ഥൻ നോക്കിക്കോളും. അതെ, ഞാൻ ഈ വസ്തു മേടിക്കും, മേടിച്ച് അവിടെ ഒരു ബംഗ്ലാവും വെക്കും. അപ്പൊ എന്റെ താമസിക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? നിങ്ങൾ മേടിക്കും, വസ്തു ഒന്നുമല്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്നുമില്ല. ഇതിനെ എന്ത് കണ്ടിട്ടായിരിക്കും ഞാൻ നോക്കിയത്? ഇഷ്ടമാണ് എന്റെ കാര്യം.
നമ്മളിപ്പോ ഈ 2 ലക്ഷം രൂപ അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് കൊടുത്തില്ല എന്ന് വെക്കി, എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നമ്മുടെ 2 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ നടക്കും. എടാ നമ്മുടെ കാര്യം തൽക്കാലം നടക്കും, പക്ഷേ ഇതിന്റെ പേരിൽ നാളെ കേസാവും, കോട്ടാവും, പോലീസ് വരും, അവസാനം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്തിന്? ഇത് കിട്ടുമ്പോ തന്നെ അങ്ങോട്ട് പങ്കിട്ടേക്കണം. പിന്നെ ഇതിനൊരു രേഖയില്ലേ? പോയത് 2 ലക്ഷം രൂപയല്ലടാ. ഈ 2 ലക്ഷം രൂപ പിന്നെ പോലീസിന് പിടിക്കാൻ അറിഞ്ഞൂടെ? കനക 2 ലക്ഷം രൂപ ഇപ്പൊ പോലീസിനെ ഏൽപ്പിച്ചു നോക്ക്. ഇവര് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങാട് പോയി ഇങ്ങാട് പോയിട്ട് ഇവന്മാർ ഇത് പങ്കിടും, അത് കിട്ടിയില്ല എന്ന് പറയും. അതൊക്കെ വെറുതെ പറയാതെ പോലീസുകാരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ തുണ്ടുണ്ടാക്കും. ഇതിപ്പോ അറിയാതെ കൊടുത്തോണ്ട് ഗമയായി. അറിഞ്ഞിട്ടായാലും ശരി, അറിയാതെ ആയാലും ശരി, കൊടുത്തല്ലോ, അതൊരു നല്ല സംഭവമായി. അതുകൊണ്ട് തന്നെ KSB നല്ല പേരുമായി. പറഞ്ഞ ശരിയാണ്ടാ. എന്നോട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇത്രയും കാലത്തിന്റെ ഇടക്ക് KSB-യിലേക്ക് നല്ലൊരു വാക്കും പറഞ്ഞ് ഫോൺ കോള് വന്നതേ ഈ സംഭവം കഴിഞ്ഞ പിന്നെയാണ്. പത്രത്തിൽ ഇങ്ങോട്ട് വന്നേ പിന്നെ ഉണ്ടല്ലോ ഗംഭീര സംഭവമായി പോയി. ഭയങ്കര സന്തോഷത്തിലാ. എന്നെ രാവിലെ വിളിച്ചിരുന്നു. എടോ ഞാൻ ഈ പിന്നെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയല്ലോ. പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പുള്ളിക്ക് ഭയങ്കര ആവേശം മുതൽ പുള്ളി പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത്, പിന്നെ എന്റെ സെപ്പറേറ്റ് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അതിങ്ങനെ പത്രത്തിൽ കൊടുക്കാനാന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അത് സർപ്രൈസ് ആക്കി വെച്ച് പറഞ്ഞു. എന്നോട് പറഞ്ഞാണ് എന്താണെന്നറിയാമോ? നമുക്ക് കനകന് ഒരു അനുമോദനം കൊടുക്കണമെന്ന്. അത് വേണം, അത് വേണം. അനുമോദനം വേണ്ടോ? ഇത് ഞങ്ങള് സ്റ്റാഫ് തീരുമാനിച്ചൊക്കെയല്ലേ, നീ അതില് ബന്ധപ്പെടൊന്നും വേണ്ട. പിന്നെ മറ്റേ പൈസ കിട്ടിയ ആളുണ്ടല്ലോ, അയാൾക്ക് എന്തോ സമ്മാനം നിനക്ക് തരാനുണ്ട്. അപ്പൊ ആ യോഗത്തിൽ വെച്ചിട്ട് പാരിതോഷികമൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണം. അതൊന്നും വേണ്ടോ? വേണം വേണം, അനുമോദനം വേണം. മന്ത്രിനെ വിളിക്കും. പിന്നെ മന്ത്രിയെ വിളിക്കുമ്പോഴേക്കും മന്ത്രിന് വരും. വിളിച്ചു നോക്കാലോ, വന്നാലോ? വിളിച്ചു നോക്കാന്നേ, വരണമെങ്കിൽ വരട്ടെ. വിളിക്കാലോ. പിന്നെ ഫണ്ടിന്റെ കാര്യം, ഫണ്ട് നമുക്ക് എല്ലാവരും കൂടി കയ്യാ എന്തെങ്കിലും പിരിച്ചെടുക്കാം. ഇതിനെന്തിനാ ഫണ്ട്? പിന്നെ ഫണ്ട് വേണ്ടേ? ഫണ്ട് വേണം, ഫ്ലെക്സ് അടിക്കണം, മൈക്ക് സെറ്റ് വേണം, പിന്നെ ഒരു ലഘു ഭക്ഷണം കൊടുക്കണം മന്നവർക്കൊക്കെ. നമ്മൾ ഇതിനകത്ത് ഇരുന്നിട്ട് വെറുതെ എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോലെ. എന്റെ കനക, ഇത് ചെറിയൊരു സംഭവം അല്ല നടന്നേക്കണത്. നമ്മുടെ സ്റ്റാഫിന്റെ ഇടയിൽ നിന്ന് ഒരാള് മാതൃക കാണിച്ചേക്കാണ് സമൂഹത്തിന്. അപ്പൊ അതിന്റെ നിലവാരത്തിനനുസരിച്ചോട്ട് വേണം നമ്മുടെ പരിപാടികൾ നടത്താൻ. അതുമല്ല, നിന്റെ വീട്ടിൽ നിന്ന് ഭാര്യനെ, അമ്മേനെ എല്ലാവരെയും ക്ഷണിക്കണം. ക്ലീറ്റസിനെ ഉറപ്പായിട്ടും ക്ഷണിക്കണം. അവൻ ആ വാക്കുകൾ കേൾക്കണം. അങ്ങനെയെങ്കിലും അവനൊന്ന് നന്നാവട്ടെ. ഈ അനുമോദന ഇതുണ്ടാവുമല്ലോ, അപ്പൊ അതില് എന്നെ പ്രസംഗിക്കാൻ വിളിക്കരുത്. എന്താണ് പ്രസംഗിക്കണേന്? എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ എഴുതി തരാന്നാ, ഞങ്ങൾ വായിച്ചാ പോലെ. അതൊക്കെ ഭയങ്കര ബോറാണ്. അത് വേണ്ട, അത് വേണ്ട. അതൊക്കെ പറ്റൂല. നീ പിന്നെ എന്തിനാ കൊണ്ട് തിരിച്ചു കൊടുത്തത് പൈസ? ഇതിപ്പോ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു ഈ കോലത്തിൽ. അത് തന്നെ ഞാൻ പറയണ. പ്രസംഗിക്കണതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. 2 വാക്കങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് കുഴപ്പമില്ല, മൈക്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അല്ല, നമ്മുടെ ഈ വൈൻഡിങ് വയറില്ലേ, ഇത് വെച്ചങ്ങോട്ട് കേട്ടാ അല്ലേ?